നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 17ാം ഗഡുവിന്റെ വിതരണം ഇന്ന് നടക്കും. വാരണാസി സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രിയാണ് ഗഡു വിതരണം ചെയ്യുക. 92.6 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്കാണ് PMA കിസാൻ സമ്മാൻ നിധി കിട്ടുന്നത്. 20,000 കോടി രൂപയിലധികം തുക ഈ ഇനത്തിൽ ജനങ്ങളിലേക്ക് നേരിട്ടെത്തും. തുടർന്ന് കിസാൻ സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. കൃഷിയിടങ്ങളിൽ പരിശീലനം നേടിയ 30,000-ത്തിലധികം സ്വയം സഹായ സംഘങ്ങൾക്ക് പാരാ എക്സ്റ്റൻഷൻ വർക്കർമാരായി സേവനം അനുഷ്ഠിക്കാനുള്ള സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യും. ചടങ്ങിൽ വാരണാസിയിൽ നടക്കുന്ന ചടങ്ങിൽ ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, മറ്റു നേതാക്കളും പങ്കെടുക്കും. 732 കൃഷി വികസന കേന്ദ്രങ്ങളിൽ നിന്നുള്ളവർ, 1 ലക്ഷത്തിലധികം കാർഷിക സഹകരണ സംഘങ്ങൾ എന്നിവയിൽ നിന്നുൾപ്പെട്ട 25 ദശലക്ഷം കർഷകർ പരിപാടിയിൽ പങ്കെടുക്കും. തിരഞ്ഞെടുത്ത 50 കൃഷി വികസന കേന്ദ്രങ്ങളിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുമെന്നും വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര മന്ത്രിമാരുമായി സംസാരിക്കാൻ കർഷകർ അവസരമുണ്ടാക്കും. മികച്ച കർഷക രീതികൾ അറിയാനും പുതിയ സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുവാനും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും കർഷകർക്ക് സംശയ നിവാരണം നടത്തുവാനുമാകും. 2019 PMA കിസാൻ സമ്മാൻ നിധി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത്. ഇതുവരെ സർക്കാർ 11 കോടിയിലധികം കർഷകർക്ക് 3.04 ലക്ഷം കോടി രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. PMA കിസാൻ സമ്മാൻ നിധിയിലൂടെ അർഹരായ കർഷകർക്ക് 4 മാസം കൂടുമ്പോൾ 2,000 രൂപയാണ് നൽകി വരുന്നത്. ഒരു വർഷം 6,000 രൂപ ഗഡുകളായി കർഷകരിലേക്ക് എത്തുന്നത്. ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് തുക നേരിട്ടെത്തുകയാണ് ചെയ്യുന്നത്. PMA കിസാൻ സമ്മാൻ നിധിയുടെ 17ാം ഗഡു അനുവദിച്ചുകൊണ്ടുള്ള ബില്ലാണ് മൂന്നാമതും പ്രധാനമന്ത്രി പദത്തിലേറിയതിനു പിന്നാലെ പ്രധാനമന്ത്രി ആദ്യം ഒപ്പിട്ടത്.